തീവ്രവാദ സംഘങ്ങൾ ആക്രമണം ശക്തമാക്കിയ സിറിയയിലെ അലപ്പോ നഗരത്തിൽ നിന്നും ജനങ്ങൾ കൂട്ടപ്പലായനം നടത്തുന്നു. ഭീകര ഗ്രൂപ്പുകൾ പൊതുസ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവ കൊള്ളയടിക്കുന്ന സംഭവങ്ങളും അലപ്പോയിൽ ഏറുകയാണ്. അതേസമയം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസദിന് എതിരെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണവുമായി അമേരിക്ക രംഗത്തെത്തി. നവംബർ 29-ന് സിറിയയുടെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയിൽ ഒരു കെട്ടിട സമുച്ചയത്തിനു നേരെ സർക്കാർ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഭീകര സംഘടനകൾ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സൈന്യം അലപ്പോയിൽ ഒരു താൽക്കാലിക സൈനിക സർക്കാർ രൂപീകരിക്കുകയും സ്ഥലത്ത് കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്ന ഭീകര സംഘടനകൾ സാധാരണക്കാരെ തടവിലാക്കുകയും വീടുകളിൽ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നതായി സിറിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ചില തീവ്രവാദ സംഘങ്ങൾ പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ പൊതുസ്ഥാപനങ്ങളിൽ പ്രവേശിക്കുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടി സാധാരണക്കാരായ ജനങ്ങൾ നഗരത്തിൽ നിന്നും കൂട്ടപ്പലായനം ചെയ്യുകയാണ്. ഇപ്പോൾ അലപ്പോയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്ലാമിക് ഭീകര സംഘടനയായ തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ളതും വിമത ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്ന വിവിധ തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. ഒപ്പം അലപ്പോയ്ക്ക് ചുറ്റുമുള്ള മെനാഗ്, ടെൽ റിഫാത്ത്, നൂബിൽ പട്ടണങ്ങളിലേക്കും ഭീകരർ പ്രവേശിച്ചു കഴിഞ്ഞു. അതേസമയം ഏറെക്കുറെ മാധ്യമങ്ങൾ വിമതന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം തീവ്രവാദ ഗ്രൂപ്പായി തന്നെയാണ് കണക്കാക്കുന്നതെന്ന് അമേരിക്ക വ്യക്തമാക്കി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് സിറിയയിൽ വിമതന്മാർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസദിനെതിരെ ശക്തമായ രീതിയിലാണ് മില്ലർ പ്രതികരിച്ചത്. കൈകളിൽ സിറിയയിലെ നിരപരാധികളായ സാധാരണക്കാരുടെ രക്തം പുരണ്ട ക്രൂരനായ ഏകാധിപതിയാണ് ആസദെന്നും അസദ് നേതൃത്വം കൊടുക്കുന്ന സിറിയയുടെ മേലുള്ള US നയത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നും മില്ലർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.